ജനതാദൾ എസ് എന്ന പേരുപേക്ഷിച്ച പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമെന്ന മാത്യു ടി തോമസ്. ദേശീയ ഘടകവുമായി കേരള ഘടകത്തിന് ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാപരമായ യാതൊരു ആശയവിനിമയവും കഴിഞ്ഞ 5-8 മാസമായി കേരള ഘടകവും കർണാടക ഘടകവും അല്ലെ ദേശീയ നേതൃത്വം തമ്മിലില്ല. സാങ്കേതികമായി പേര് ഒരുപോലെ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ ഒരുപക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ കാണുന്നത് ഒഴിച്ചാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഘടകം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാങ്കേതികമായ നിയമപരമായ ഈ ഒരു അനോമലി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് ഇന്ന് കൂടിയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ജനതാദൾ എസ് എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എസ് ഷീജ ചേരുകയാണ്. ഷീജ, സുപ്രധാനമായ ഒരു തീരുമാനമാണ് മാത്യു ടി തോമസ് പ്രഖ്യാപിക്കുന്നത്. പേരിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എങ്ങനെയാണ് നീക്കം? ഏതായാലും ഇപ്പോൾ ജനതാദൾ എസ് എന്നുള്ള പേര് അത് ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് മാത്യു ടി തോമസ് വ്യക്തമാക്കിയത്. ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നത്. പുതിയ പാർട്ടി ഇതിനോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും കേരള ഘടകം അതിലേക്ക് ലയിക്കുക. ഏതായാലും ജെഡിഎസിന്റെ കേരള ഘടകത്തിന് അതിന് ദേശീയ പാർട്ടിയുടെ നിലപാടുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സാങ്കേതികമായി പേരിൽ മാത്രമാണ് ഒരു ബന്ധമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനതാദൾ എസ് എന്നുള്ള പേര് ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം അത് നിയമപരമായിട്ടുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷം തന്നെയായിരിക്കും എന്നുകൂടിയാണ് മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നത്. ഏതായാലും RJDയിലേക്ക് ലയിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് RJDയിലേക്ക് ലയിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പാർട്ടിയുടെ ആലോചനയിൽ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ തോതിൽ ചർച്ചയായതാണ് ജനതാദൾ എസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ഏതായാലും ഇപ്പോൾ മാത്യു ടി തോമസ് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ജനതാദൾ എസ് എന്നുള്ള പേര് അത് ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന ഘടകം എടുത്തിരിക്കുന്നത്. ഷീജ, നിലവിൽ ഈ JDSൽ നിന്ന് വിജയിച്ചു വന്ന കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ സാമാജികരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഉണ്ട്, മന്ത്രിസ്ഥാനം വരെ വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് ദേശീയ ഘടകവുമായി ബന്ധം വിശേഷിക്കുമ്പോൾ അത്തരം പദവികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടോ? ആ വിഷയത്തിലാണോ നിയമപരമായ സാധ്യതകൾ തേടുമെന്ന് കൂടി വിശദീകരിക്കുന്നത്? ഏതായാലും പദവികൾ സംബന്ധിച്ച് നിലവിൽ ആശങ്കകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതായാലും ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി തന്നെയായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.